സ്റ്റുഡൻസ്, ഇന്ത്യൻ ഇക്കോണമി ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ അവസാനത്തെ ഭാഗത്തേക്ക് നമ്മളിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് എടുക്കാൻ പോകുന്നത് ഇൻഫ്രാസ്ട്രക്ചർ. എല്ലാവർക്കും മെൻറ്റർ കണക്റ്റിൻ്റെ ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തേക്ക് സ്വാഗതം. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് ഇൻഫ്രാസ്ട്രക്ചർ. എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ? ഒന്ന് ആലോചിച്ച് നോക്കൂ. വാട്ട് ഈസ് ഇൻഫ്രാസ്ട്രക്ചർ? ഇൻഫ്രാസ്ട്രക്ചർ ഇസ് ദ ബേസിക് എമിനിറ്റീസ് നീഡഡ് ഫോർ എ കൺട്രി ടു ഡെവലപ്പ്, അല്ലെങ്കിൽ ബേസിക് എമിനിറ്റീസ് നീഡഡ് ഫോർ എ സൊസൈറ്റി ലൈക്ക് റോഡ്സ്, transportation, buildings, machinery, railways, etc. are the examples of infrastructure. അപ്പോൾ എങ്ങനെയാണ്, how did colonial people contributed to the infrastructure of Indian economy? അതാണ് നമ്മൾ പറയാനായിട്ട് പോണത്. കൊളോണിയൽ ഭരണം നമ്മുടെ ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചറിന് ഏതെല്ലാം രീതിയിലാണ് സഹായകരമായത് എന്നുള്ളതാണ് നമ്മളിനി പറയാനായിട്ട് പോകണം. നോക്കൂ, ആദ്യമായിട്ട് ഇന്ത്യൻ റെയിൽവേ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇയർ 1850. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നേരത്തെ ക്ലാസ്സുകളിൽ, ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. റെയിൽവേ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1850. ആൻഡ് ഫസ്റ്റ് ഇറ്റ് വാസ് ഫ്രം ബോംബെ ടു താനെ, അല്ലേ? നമ്മൾ പഠിച്ചതാണ്. ഇനി രണ്ടാമത്തെ കോൺട്രിബ്യൂഷൻ എന്താണ് ബ്രിട്ടീഷുകാരുടേത്? ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻലാൻഡ് ആൻഡ് സീലാൻഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ കോൺട്രിബ്യൂഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. മൂന്നാമത്തെ കോൺട്രിബ്യൂഷൻ ഇസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ്. ഓക്കെ, ഇനി നാലാമത്തെ കോൺട്രിബ്യൂഷൻ എന്താണ്? ഇറ്റ് ഈസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് പോർട്സ് ആൻഡ് ഹാർബേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. ദീസ് ആർ ദ മേജർ കോൺട്രിബ്യൂഷൻ ഓഫ് കൊളോണിയൽ ഗവൺമെൻറ് ടു ദ ഇന്ത്യൻ ഇക്കോണമി. ഓക്കെ, അറ്റ് ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. ഇനി നമ്മൾക്ക് അടുത്ത ഭാഗത്തേക്ക് നോക്കാം. ക്ലിയർ ആയല്ലോ? ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം, വൺ വേർഡായിട്ടും. ഇതിൽ ഈ ഭാഗത്ത് നിന്ന് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ തന്നെയാണ് പറയാനായിട്ട് പോണത്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ. എന്നാലും പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി സെക്ടറിൽ എത്ര പെർസെൻറ്റേജ് ഓഫ് ദ പീപ്പിൾ വെയർ ഒക്യുപ്പൈഡ് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ആദ്യത്തെ സെക്ടറായിട്ടുള്ള പ്രൈമറി സെക്ടർ അല്ലെങ്കിൽ അഗ്രികൾച്ചറിൽ അബൌട്ട് 70-75% ഓഫ് പീപ്പിൾ വെയർ എൻഗേജ്ഡ്. രണ്ടാമത്തെ സെക്ടറായിട്ടുള്ള ഇൻഡസ്ട്രിയൽ സ്ട്രക്ചർ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് സെക്ടറിൽ ഇറ്റ് വാസ് അബൌട്ട് 10% ഓഫ് ദ പോപ്പുലേഷൻ വാസ് എൻഗേജ്ഡ്. ഇനി മൂന്നാമത്തേതായിട്ടുള്ള സർവീസ് സെക്ടറിൽ അബൌട്ട് 15-20% ഓഫ് ദ പീപ്പിൾ എൻഗേജ്ഡ് ഇൻ സർവീസ് ആക്ടിവിറ്റീസ്. സോ ഇറ്റ് ഈസ് ക്ലിയർ. ഈ പെർസെൻറ്റേജ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷ് ഡെവലപ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഇൻ ഇന്ത്യ എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ കൊളോണിയൽ പീപ്പിള് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് നമ്മളുടെ നാട്ടിൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിന് റീസൺസ് ഉണ്ടായിരിക്കും, അല്ലേ? അപ്പോൾ വാട്ട് ഈസ് ദ റിയൽ മോട്ടീവ് ബിഹൈൻഡ് ദ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഓഫ് കൊളോണിയൽ പീപ്പിൾ ഇൻ ആ കൺട്രി? അതാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോണത്. ഫസ്റ്റ് വൺ ഈസ് ടു പ്രൊട്ടക്റ്റ് their own പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഇൻട്രസ്റ്റ്. മനസ്സിലായോ? അവരുടെ രാഷ്ട്രീയവും അതേപോലെ സാമ്പത്തികവുമായിട്ടുള്ള ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് അവർ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കിയത്, ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, ഇനി രണ്ടാമത്തെ റീസൺ എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ദ സെക്കൻഡ് റീസൺ ഫോർ ഡെവലപ്പിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഇൻ ഇന്ത്യ ബൈ ദ ബ്രിട്ടീഷ്? എന്താണ്? റെയിൽവേസ് ആൻഡ് പോർട്സ് വെയർ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ കൺട്രി ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദെയർ ട്രേഡ്. നമുക്കറിയാം, റിമോട്ട് ഏരിയകളിലൊക്കെയും റൂറൽ ഏരിയകളിൽ നിന്നൊക്കെ തന്നെയും ഹില്ലി ഏരിയാസിൽ നിന്നൊക്കെ തന്നെയും
സാധനങ്ങൾ പോർട്സിലേക്കും ഹാർബറിലേക്കും എത്തിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് എല്ലാ മുക്കിലും മൂലയിലും ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും തന്നെ റെയിൽവേസ് അവർ നടപ്പിലാക്കിയത്, പോർട്സ് അവർ നടപ്പിലാക്കിയത് ഇതിനു വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനിയോ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? റെയിൽവേസിനെ മാത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്ത്യൻ റെയിൽവേ അവർ ഇത്രയധികം ഡെവലപ്പ് ചെയ്തത്? ഇന്ത്യൻ റെയിൽവേ വാസ് ഡെവലപ്ഡ് ഇൻ ഓർഡർ ടു മൊബിലൈസ് ദ ആർമി ടു ദ റൂറൽ ഏരിയാസ് ആൻഡ് ഓൾസോ ഫോർ ട്രാൻസ്പോർട്ടിംഗ് റോ മെറ്റീരിയൽസ് ഫ്രം റൂറൽ ഏരിയാസ് ടു ദ ഹാർബേഴ്സ് ആൻഡ് പോർട്സ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ ലക്ഷ്യങ്ങളായിരുന്നു, ഈ കാരണങ്ങളായിരുന്നു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഇന്ത്യൻ ഇക്കോണമിയിൽ, ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഇന്ത്യൻ ഇക്കോണമിയിൽ ഡെവലപ്പ് ചെയ്യാനുണ്ടായത്. ഓക്കെ, ഇനി വാട്ട് ആർ ദ അതർ പോസിറ്റീവ് കോൺട്രിബ്യൂഷൻസ് മെയ്ഡ് ബൈ ബ്രിട്ടീഷേഴ്സ് ഇൻ ഇന്ത്യ? ഇനി വേറെ എന്തൊക്കെ പോസിറ്റീവായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ആണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയത്? ആദ്യത്തത് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ നടപ്പിലാക്കി. അതേപോലെ ന്യൂ സിസ്റ്റം, പുതിയ എഡ്യൂക്കേഷൻ സമ്പ്രദായം നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കി. ഗുഡ്, ഫസ്റ്റ് വൺ. ഇനി സെക്കൻഡ് വൺ, ഇൻട്രൊഡക്ഷൻ ഓഫ് ബാങ്കിങ് ആൻഡ് മോണിറ്ററി സിസ്റ്റം ഇൻ ആ കൺട്രി. ആദ്യമായിട്ട് ബാങ്കിങ് സിസ്റ്റം ഇന്ത്യൻ ഇക്കോണമിയിൽ നടപ്പിലാക്കിയത് ബ്രിട്ടീഷേഴ്സാണ്. ഓക്കെ, വാട്ട് ഈസ് ദ നെക്സ്റ്റ് വൺ? എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സിവിൽ ലോസ് ആൻഡ് കോഡ്സ്. സിവിൽ ലോസും കോഡ്സും ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് ഇന്ത്യയിൽ നടപ്പിലാക്കി. ഓക്കെ, വാട്ട് ഈസ് ദ നെക്സ്റ്റ് വൺ? നെക്സ്റ്റ് വൺ ഇസ് ദ, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഇറ്റ് ഈസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഇൻ ഇന്ത്യൻ ഇക്കോണമി. Okay, these are the positive benefits what India received at the eve of independence due to the British rule in India. Clear? അപ്പോൾ നമ്മളുടെ ഈ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ അനാലിസിസ് ആണ്, നമ്മൾക്ക് ഡിസ്കഷൻ നടത്തണം. എന്നിട്ട് വളരെ കൃത്യമായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു മാർക്ക് പോലും നമുക്ക് എവിടെയും മിസ്സായി പോകാൻ പാടില്ല. ഫുൾ വെയിറ്റേജ് നമ്മൾക്ക് കിട്ടിയിരിക്കണം. അതുകൊണ്ട് ഇനി അടുത്തത് വരുന്നത് ഇസ് ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ഓക്കെ, ക്ലിയർ? താങ്ക് യു.